അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റുകളിൽ പറയുന്നവരുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം അല്ലാഹു തആല പൂർണ്ണമായും നീക്കിത്തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഏതായാലും ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ജോലി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വാഹനം എടുക്കുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു കച്ചവടം ചെയ്യുകയാണ്, പ്രവാസ ലോകത്തേക്ക് പോവുകയാണ് നല്ലൊരു ജോലി ഉദ്ദേശിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിലെല്ലാം വിജയമുണ്ടാവാൻ, അല്ലെങ്കിൽ പ്രയാസമില്ലാത്ത ഒരു ജീവിതം ഉണ്ടായി കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റുകൾ കാണാറുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ അമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇതിനായിട്ട് നാം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ 99 നാമങ്ങളിൽ നിന്ന് അതിന്റെ പവർ നാം എല്ലാവരും മനസ്സിലാക്കിയവരാണ്. ഓരോ ഘട്ടങ്ങളിൽ അത് ചൊല്ലിയിട്ട് അതിന്റെ റിസൾട്ട് അനുഭവിച്ചവരുമായിരിക്കാം. ഈ ചാനലിൽ തന്നെ ഒരുപാട് ഇസ്മുകളെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ദുആ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ എന്നത്. അള്ളാഹുവിന്റെ ഇസ്മുകളെ വെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ, എന്നാൽ അത് ഉത്തരം തരുക തന്നെ ചെയ്യുമെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാം ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കച്ചവടം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കുമ്പോൾ പരിപൂർണമായിട്ടും അത്തരം വിഷയങ്ങളിൽ വിജയം ലഭിക്കുവാൻ വേണ്ടി, ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും നല്ലൊരു ജോലി കിട്ടുവാൻ വേണ്ടി, അതിലെല്ലാം നല്ല ബർക്കത്തുണ്ടാവാൻ വേണ്ടി അത്തരം ഒരു ഇസ്മാണ് യാ ഹഫീലു യാ അല്ലാ, യാ ഹഫീലു യാ അല്ലാ എന്നത്. യാ ഹഫീലു യാ അല്ലാ എന്ന ഈ ഒരു ദിക്ർ കൃത്യമായിട്ട് 99 പ്രാവശ്യം എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം പതിവാക്കുകയാണെങ്കിൽ, ഇത് ചൊല്ലുന്ന സമയത്ത് വുളുവോട് കൂടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് മനസ്സ് ശുദ്ധിയാക്കി നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിച്ച് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെ 99 പ്രാവശ്യം യാ ഹഫീലു യാ അല്ലാ, യാ ഹഫീലു യാ അല്ലാ എന്ന ഈ ഒരു ദിക്ർ നമ്മൾ പറയുകയും, അതോടൊപ്പം ഇത്തരം ബിസിനസ് ചെയ്യുന്ന ആളുകൾ, കച്ചവടം തുടങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ പുതിയ വാഹനം എടുക്കാൻ ഒരുങ്ങുന്ന ആളുകളൊക്കെ ോടുകൂടെ നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുത്ത് ആ ഒരു പേപ്പറിൽ യാ ഹഫീലു യാ അല്ലാ എന്ന് അക്ഷരത്തെറ്റ് കൂടാതെ നല്ല ഇഖ്ലാസോടുകൂടി നല്ല മനസ്സോടുകൂടി 99 പ്രാവശ്യം എഴുതുക. ഈ 99 പ്രാവശ്യം പേപ്പറിൽ എഴുതി അത് നന്നായിട്ട് മടക്കി അത്തറോ അങ്ങനെ എന്തെങ്കിലും ഒരു സുഗന്ധമെല്ലാം പൂശി അതിന്റെ ബഹുമാനത്തെ കളങ്കപ്പെടുത്താത്ത രീതി, പ്രത്യേകിച്ചും കച്ചവടക്കാര് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവര് അവരുടെ പണമിടപാടുകൾ നടത്തുന്ന ഷോക്കേസിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പണം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം എവിടെയാണ് എങ്കിലും അവിടെ, ഇനിയിപ്പോൾ ഗൾഫിലേക്കോ മറ്റോ ജോലി തേടി പോകുന്നവരാണെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഇങ്ങനെ അദബ് കേടൊന്നും കൂടാത്ത രീതിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനെ ചെയ്താൽ ഇത്തരം വിഷയങ്ങളിൽ നാം ഉദ്ദേശിക്കുന്നത് പോലെ ബിസിനസ്സിലാണെങ്കിൽ വളർച്ചയുണ്ടാകും, നല്ല ജോലി ലഭിക്കും. വാഹനങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വാഹനങ്ങളുടെ അപകടങ്ങളിൽ നിന്നും ഇത് സംരക്ഷിക്കും. മറ്റു പല പ്രശ്നങ്ങളുണ്ട്, അതിൽ നിന്നെല്ലാം രക്ഷയുണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഇസ്മ വളരെയധികം ഫലപ്രദമാണ്. 99 പ്രാവശ്യമാണ് എഴുതേണ്ടത്. ഒരൊറ്റ അക്ഷരത്തെറ്റ് പോലും ഉണ്ടാവാൻ പാടുള്ളതല്ല. ആ രീതിയിലായിരിക്കണം നാം യാ ഹഫീലു യാ അല്ലാ എന്ന് ആ ഒരു പേപ്പറിൽ എഴുതേണ്ടത്. ഇനിയിപ്പോൾ പ്രത്യേകം കൃഷി ചെയ്യുന്ന ആളുകൾ, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമുകൾ നടത്തുന്നവർ, ഇത്തരം ആളുകൾക്കും സൂക്ഷ്മതയോടെ അതിൻ്റെ അതബോട് കൂടി നജസൊന്നും തട്ടാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കൂടുകളുടെ മുകൾ ഭാഗത്തോ അങ്ങനെ എവിടെയെങ്കിലും വൃത്തിയായി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അദബുകേടുകൾ സംഭവിക്കുന്ന രീതിയിൽ ഒരിക്കലും വെക്കാതെ സൂക്ഷിക്കുക. ബഹുമാനപൂർവ്വം ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫാമുകളിലെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയവും ഹൈറും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലുമെല്ലാം വിജയം തരട്ടെ. ഇങ്ങനെ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ, ഈ രീതിയിൽ ചെയ്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൽ ഒരു ഹൈറും ബർക്കത്തും അതുപോലെ തന്നെ ഉദ്ദേശിച്ചതിലും നല്ല വിജയവും ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.